യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്തഫയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി അറിയിപ്പ് വന്നത്. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമൊന്നുമില്ല. വ്യക്തമായ തീരുമാനം ഇന്നലെ നടന്ന യോഗത്തിൽ എടുത്തു എന്നാണ് ഇന്നും കാന്തപുരത്തിൻ്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഈ യോഗത്തിൽ ഈ കാന്തപുരത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഈ നിമിഷ വിഷയത്തിൽ ഇടപെട്ട ഹബീബ് ഇബ്നു ഉമർ, യമനിലെ സൂഫി വര്യൻ്റെ പ്രത്യേകം ഉള്ള ദൗത്യ സംഘം, ഒപ്പം തന്നെ സൗത്ത് യമനിലെ ഭരണകൂടം, ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ചില നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ അറിവും സമ്മതത്തോടു കൂടിയാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഉയരുന്ന ഒരു സംശയം, ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഇന്നലെ രാത്രിയും ഈ വിഷയത്തിൽ തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയക്ക് വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല. ഈ തലാലിൻ്റെ സഹോദരൻ്റെ വിയോജിപ്പോടു കൂടി തന്നെയാണ് നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള കോടതി തീരുമാനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിലും സഹോദരൻ്റെ തീരുമാനം അപ്രസക്തമാണെന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. 15-ാം തീയതി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ വാട്ടർമാർക്ക് കൂടി വിധിയുടെ പകർപ്പ് പുറത്തുവിട്ടപ്പോൾ, നീട്ടിവെച്ചു എന്നുള്ളത് പുറത്തുവിട്ടപ്പോൾ അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, നാളെ കൃത്യസമയത്ത് തന്നെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളാണ് സഹോദരൻ എന്ന പേരിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന FB അക്കൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരുന്ന വാർത്തകളുടെ ആധികാരികതയെ നമുക്ക് അങ്ങനെ കണ്ടാൽ മതി. ശുഭകരമായ ചില തീരുമാനങ്ങൾ, വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഇന്നലെ നടന്ന യോഗത്തിൽ ഉണ്ടായെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു അഭിപ്രായം വരുന്നുണ്ട്, മറ്റൊരു നിലപാടാണ് എടുക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനവും അത്തരമൊരു വിവരമൊന്നും യമനിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. പക്ഷേ കാന്തപുരത്തിൻ്റെ ഓഫീസ് അപ്പോഴും ഈ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സന കോടതിയുടെ വിധി വൈകാതെ തന്നെ പുറത്തു വരും. അതോടുകൂടി കാര്യങ്ങളെല്ലാം വ്യക്തമാകും എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്.